വയനാടിന്റെ പുനർനിർമ്മാണത്തിനും ദുരിതബാധിതരെ സഹായിക്കാനുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചതു മുതൽ കടുത്ത സൈബർ ആക്രമണങ്ങളെ അതിജീവിച്ച് ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിരുന്നു. രാഷ്ട്രീയം പോലും മറന്ന് ഭരണ പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെ കൈമയെ മറന്ന് പ്രവർത്തിക്കുന്ന അപൂർവ നിമിഷത്തിനാണ് കേരളം സാക്ഷിയായത്. അതേസമയം KPCC അധ്യക്ഷൻ K. സുധാകരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ ഫോറം ഉണ്ടെന്നുമായിരുന്നു ചെന്നിത്തലയ്ക്കെതിരായ K. സുധാകരന്റെ വിമർശനം. സർക്കാരിന് പണം കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അതിൻ്റെതായ ഫോറമുണ്ട്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പണം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നായിരുന്നു സുധാകരൻ ചെന്നിത്തലയോട് അതൃപ്തി പ്രകടമാക്കിയത്. അതേസമയം സുധാകരന്റെ ഈ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. സർക്കാരിനെ വിമർശിക്കാനുള്ള സമയമല്ല ഇതെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയിലെ എത്രയോ പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. UDF പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ച് എല്ലാവരും ഒന്നിച്ച് പണം നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തിരുന്നു. അതിനു പുറമെ എല്ലാ UDF MLA-മാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ നിലപാട് സ്വീകരിച്ച K. സുധാകരനെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതിന് പുറമെ തന്നെ സ്വന്തം പാർട്ടി തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പറയാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം കൊണ്ടാണെന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞത്. ഫേസ്ബുക്കിലൂടെയാണ് K. സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ആരും ഓർക്കാനോ കാണാനോ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളാണ് വയനാടിന് ചുറ്റും. പക്ഷെ അതിനിടയിലും ഒത്തിരി നല്ല മനുഷ്യരെ നമ്മൾ കണ്ടു. ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകൾ, പല രീതിയിൽ അവർ നീട്ടുന്ന സ്നേഹത്തിന്റെ ഹസ്തങ്ങൾ. എക്കാലത്തും നന്ദിയോടെ കേരളം നിങ്ങളെ ഓർക്കും. 100 വീടുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകും. ഞങ്ങളുടെ വാക്കാണ്. ഈ പാർട്ടിയിലെ നേതാക്കളും എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും അതിലേക്കായി അകമഴിഞ്ഞ് സംഭാവന നൽകണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുൻപ് പ്രളയം നടന്നപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ച 1000 വീടുകൾ വലിയ ഹൃദയമുള്ള ഒരുപാട് പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അത് ഇക്കുറിയും നമ്മൾ ആവർത്തിക്കും. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാൻ ഞങ്ങളില്ല. നരഭോജി പാർട്ടിയുടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് വേണ്ട. സർക്കാരിന്റെ വീഴ്ചകൾ ഓരോ ദിവസവും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതൊരു വിഷയമായി ഞങ്ങൾ ഉയർത്താത്തത് കോൺഗ്രസ് പ്രസ്ഥാനം പുലർത്തുന്ന ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ കർണാടകയിലെ ഷിരൂരിൽ നടന്ന സംഭവത്തിൽ ഇവിടുത്തെ ചില അധമ മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച് CPM നടത്തിയ ഏറ്റവും മ്ലേച്ഛമായ നുണപ്രചാരണങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവൻ കണ്ടതാണ്. ഇന്നാട്ടിലെയും അയൽ സംസ്ഥാനത്തെയും മനുഷ്യരെ മുഴുവൻ വെറുപ്പിന്റെ നാറുന്ന CPM രാഷ്ട്രീയം കൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് നാട് മറക്കില്ല. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വയനാടിനെയും മലയാളികളെയും നെഞ്ചോട് ചേർത്ത കർണാടക സർക്കാരിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പ്രളയ സമയത്ത് ലോകം മുഴുവനുള്ള മലയാളികൾ ഉദാരമായി നാടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പ്രളയ സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അതിനു പകരം സൈബർ എടുത്ത് മാലിന്യങ്ങൾ മാത്രം പരത്തി ജീവിക്കുന്ന ആ കൃമികീടങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത്. താനോ കേരളം ഒട്ടാകെയുള്ള തന്റെ സഖാക്കളോ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടിൽ ഇനിയും കൈയിട്ട് വാരില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഭരണകൂടത്തിനെയും ഭരണകൂടത്തിന്റെ ചെയ്തികളെയും പറ്റിയും വലിയ വിമർശനങ്ങൾ ജനങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനെതിരെയുള്ള പ്രചാരണമാക്കാൻ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ദുരന്തഭൂമിയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ എത്തിച്ചവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇനി മുതൽ അത് വേണ്ട എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ദുരിതബാധിതരോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ഈ സമയത്തും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ ലാഭത്തെ പറ്റിയാണ് CPM-ഉം വിജയനും ചിന്തിച്ചത്. ദുരന്തമുഖത്ത് കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് KPCC കേരള മുഖ്യമന്ത്രിയോടും CPM-നോടും ആവശ്യപ്പെടുന്നു. ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ വയനാട്ടിൽ രാപ്പകൽ അധ്വാനിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്.